കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെ ചങ്ങനാശ്ശേരി അതിരൂപതയുടെ ഇടയലേഖനം. ക്രൈസ്തവർക്ക് അർഹതപ്പെട്ട ന്യൂനപക്ഷാവകാശം കിട്ടുന്നില്ല. ജസ്റ്റിസ് ജെ ബി കോശി കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിടാത്തതിന് പിന്നിൽ സ്ഥാപിത താൽപര്യമെന്നും ചങ്ങനാശ്ശേരി അതിരൂപത പുറപ്പെടുവിച്ച ഇടയലേഖനത്തിൽ വിമർശനം ഉന്നയിക്കുന്നു. ഒരു ന്യൂനപക്ഷമായിരിക്കെ തന്നെ തങ്ങളുടെ സാധ്യതകളെ പരമാവധി പ്രയോജനപ്പെടുത്തി ക്രിസ്ത്യാനികൾ നാടിന്റെ പുരോഗതിക്കായി ചെയ്യുന്ന സേവനങ്ങളെ അർഹിക്കുന്ന പ്രാധാന്യം. വിദ്യാഭ്യാസം, സാംസ്കാരികം, കാർഷികം, രാഷ്ട്രീയം, ആതുര സേവനം തുടങ്ങിയ മേഖലകളിൽ സമൂലമായ മുന്നേറ്റത്തിന് സജീവമായി നേതൃത്വം നൽകിയ ക്രൈസ്തവ സമൂഹത്തിന് അർഹതപ്പെട്ട ന്യൂനപക്ഷ അവകാശങ്ങൾ ലഭിക്കുന്നില്ല എന്ന് ചങ്ങനാശ്ശേരി അതിരൂപത മെത്രാപ്പൊലീത്ത മാർ തോമസ് തറയിൽ തന്റെ ഇടയലേഖനത്തിൽ ആരോപിക്കുന്നു. കാർഷിക, മൃഗസംരക്ഷണ മേഖലകളിൽ വിവിധ തലത്തിലുള്ള തിരിച്ചടികൾ ഉണ്ടാകുമ്പോൾ കർഷകർക്ക് സർക്കാരുകളുടെ സഹായം ലഭിക്കുന്നില്ല. ന്യൂനപക്ഷ അവകാശങ്ങളുടെ ഭാഗമായ അധ്യാപക, അനധ്യാപക നിയമനങ്ങൾ വിവിധ കാരണങ്ങളാൽ അട്ടിമറിക്കപ്പെടുന്നു. ന്യൂനപക്ഷ സ്കോളർഷിപ്പുകൾ യഥാകാലം വിതരണം ചെയ്യാതിരിക്കുകയോ നിർത്തലാക്കുകയോ ചെയ്യപ്പെട്ടിരിക്കുന്നു. ഞായറാഴ്ചകളടക്കം ക്രൈസ്തവർ പരിപാവനമായി കരുതുന്ന ദിനങ്ങളെ പലപ്പോഴും പ്രവൃത്തി ദിനങ്ങളാക്കി മാറ്റുന്നു. ദളിത് ക്രൈസ്തവ സംവരണം നടപ്പിലാക്കുന്നതിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ബോധപൂർവമായ അനാസ്ഥ കാണിക്കുന്നുവെന്നും വിമർശനമുണ്ട്. കേരളത്തിലെ ക്രൈസ്തവ വിഭാഗങ്ങളുടെ വിദ്യാഭ്യാസ, സാമൂഹിക, സാമ്പത്തിക പിന്നോക്കാവസ്ഥ പഠിച്ച് ക്ഷേമ പദ്ധതികൾ നിർദ്ദേശിക്കുന്നതിനായി നിയോഗിക്കപ്പെട്ട ജസ്റ്റിസ് ബെഞ്ചമിൻ കോശി കമ്മീഷൻ 2023 മെയ് 17 സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിച്ചെങ്കിലും നടപടിക്രമങ്ങളുടെ നൂലാമാലകളിൽ കുരുങ്ങി അതിന്റെ ഉള്ളടക്കം പരസ്യമാക്കിയിട്ടില്ല. കേരള ക്രൈസ്തവ സമൂഹത്തിന്റെ അതിജീവനത്തിനും നിലനിൽപ്പിനും സഹായമായ ഒട്ടേറെ നിർദ്ദേശങ്ങളുണ്ടെന്ന് കരുതപ്പെടുന്ന ആ റിപ്പോർട്ട് പുറത്തുവരാത്തതിന് പിന്നിൽ സ്ഥാപിത താൽപര്യങ്ങൾ ആരോപിക്കപ്പെട്ടാൽ അതാർക്കും നിഷേധിക്കാനാകുമോ എന്ന ചോദ്യവും ഇടയലേഖനം ഉന്നയിച്ചിട്ടുണ്ട്. ബഫർ സോൺ, പരിസ്ഥിതി നിയമങ്ങൾ, വന്യജീവി ആക്രമണങ്ങൾ, വഖഫ് നിയമ നടപടികൾ തുടങ്ങിയവയുടെ ഭീഷണിയിൽ അനുദിനം ജീവിതം ക്ലേശകരമായിരിക്കുന്നുവെന്നും ഇടയലേഖനം പരാമർശിച്ചിട്ടുണ്ട്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ബജറ്റുകളുടെ തൊട്ടു പിന്നിലായാണ് ഇടയലേഖനം പുറത്തിറക്കിയിരിക്കുന്നതെന്നും ഏറെ ശ്രദ്ധേയമാണ്. ചങ്ങനാശ്ശേരി അതിരൂപതയിലെ കാത്തോലിക്ക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഈ മാസം 15 കർഷകരക്ഷ നസ്രാണി മുന്നേറ്റ ലോങ് മാർച്ചും അവകാശ പ്രഖ്യാപന സമ്മേളനവും സംഘടിപ്പിച്ചിട്ടുണ്ട്. അമൃത ന്യൂസ്, കോട്ടയം.